അല്ല സഖാവേ, നമ്മൾ ഈ മുഖ്യമന്ത്രി പോകുന്നിടത്തൊക്കെ കരികൊടി കാണിക്കുന്നത് ശരിയാണോ? ഒന്നുമില്ലെങ്കിലും കുറെ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം കിട്ടുന്ന ഏർപ്പാടല്ലേ? സഹായം തേടി വരുന്നവരാരെയും നമ്മൾ തടയുന്നില്ല. പക്ഷേ ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവന്റെയും ഇടയിൽ ഒളിമറ പാടില്ല എന്നുള്ളത് നമ്മുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമാണ്. അതിലുപരി അത് നാടിന്റെ ആവശ്യമാണ്. ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ശബ്ദമാണ് നമ്മൾ ഇവിടെ ഉയർത്തുന്നത്. മനസ്സിലായ തനിക്ക്? ഓ, സാറേ, മുഖ്യമന്ത്രി ഒന്ന് കാണണമായിരുന്നു. മിനിസ്റ്ററെ കാണാനാണെങ്കിൽ ആ കൗണ്ടർ ചെന്ന് ടോക്കൺ എടുത്തിട്ട് അകത്ത് തരുന്നുള്ളൂ. സാറേ, മന്ത്രി എപ്പോൾ കാണാൻ പറ്റും? എത്രയാ ടോക്കൺ നമ്പർ? 520. വൈകിട്ട് ഒരു 4-5 മണിയാവും. പേരെന്താ? സാറേ, വണ്ടി ഇടിച്ചു വന്ന സെക്യൂരിറ്റിക്കാരന്റെ ഭാര്യയാണ് സാറേ. മന്ത്രി ആശുപത്രി വന്നപ്പോ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞ സാറേ, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. CM-നെ ഒന്ന് കാണാൻ പറ്റുമോ സാർ? ചീഫ് സെക്രട്ടറിയുടെ ഭാര്യയൊന്നും അല്ലല്ലോ, സെക്യൂരിറ്റിക്കാരന്റെ ഭാര്യയല്ലേ? വിളിച്ചോണ്ട് പോടാ. ചേട്ടാ, ഇപ്പോഴൊന്നും മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. ഇവിടെ ഭയങ്കര തിരക്കാ. നീ ഒരു പണി ചെയ്, ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ SI കണ്ട് നീ കാര്യം പറ. SI വിചാരിച്ച മന്ത്രി പെട്ടെന്ന് കാണാൻ പറ്റുമോ? ഇടാ, പോലീസുകാർ വിചാരിച്ച ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പനെ വരെ ക്യൂ നിൽക്കാതെ കാണാൻ പറ്റും. പിന്നെയാണോ മുഖ്യമന്ത്രി? നീ ഒരു 500 രൂപ അയാളുടെ കയ്യിൽ പിടിപ്പിക്കും. കാര്യം നടക്കും. ഓക്കെ? സാർ, SI ഉണ്ടോ? അകത്തുണ്ട്. ഹലോ, ആരെ? എന്താ കാര്യമൊന്ന് വ്യക്തമായിട്ട് പറയൂ. എടോ, നമ്മുടെ നാട്ടിൽ CM-ന് പ്രൊട്ടക്ഷന്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഒരു ലോഡ് പോലീസിനെ അവിടെ ഇറക്കുമതി ചെയ്തിരിക്കുക. ഇവിടെ ആണെങ്കിൽ ഞാൻ 4-5 പോലീസുകാർ മാത്രമേ ഉള്ളൂ. സാറേ, നീയാ? എന്താടാ? എൻ്റെ ഭാര്യ ആശുപത്രിയിലാണ് സാറേ. എന്താ സംഭവിച്ചത്? ആരാ പ്രതി എന്നൊക്കെ കാണിച്ച് ഒരു പരാതി എഴുതാം. സാറേ, അടിപിടിയൊന്നുമല്ല, പ്രസവത്തിന് കൊണ്ടുപോയതാ. അതെന്താ അടിപിടിയല്ലേ? അപ്പൊ പ്രതി ഇവൻ തന്നെ. പൊടി ഓപ്പറേഷൻ ചെയ്യാൻ 1 ലക്ഷം രൂപ വേണമെന്നാ ഡോക്ടർ പറഞ്ഞു. നീ അപ്പൊ പോലീസ് സ്റ്റേഷൻ കടം ചോദിക്കാൻ വന്നാ? അല്ല സാറേ, ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രിനെ കാണാൻ പറ്റിയ സഹായം കിട്ടുമെന്നാ പറയുന്നത്. അതിന് 2 മണിക്കൂറിൽ ഓപ്പറേഷൻ നടത്തും. സാറ് വിചാരിച്ച എനിക്ക് മുഖ്യമന്ത്രിനെ കാണാൻ പറ്റും. വെറൈറ്റി പരാതിയാണല്ലേ. CM-ന് അങ്ങനെ നേരത്തെ കാണാൻ പറ്റത്തില്ല. നിനക്ക് കാശ് കിട്ടിയാ പോരെ? അതിനുള്ളൊരു വഴിയുണ്ട്. നീ വാ. ആടാ, ഇവരെല്ലാം വാണ്ടഡ് ക്രിമിനൽസാ, സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ. എല്ലാരും കണ്ടല്ലോ. നീ പോയി ഇതിലേതെങ്കിലും ഒരുത്തനെ പിടിച്ചോണ്ട് വാ. നിനക്ക് ആവശ്യമുള്ള കാശ് സർക്കാർ തരും. ഈ തോമസ് സാറിന്റെ ഒരു കാര്യം. ചെല്ലേ, വേഗം പോയി പിടിച്ചോണ്ട് വാ. 2 മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ നടത്തേണ്ടല്ലേ? ചെല്ലേ. എന്താണ് നീ കാണിച്ചത്? SI സോമന് കൈക്കുഴിച്ചു നിന്നോടാ. ഇനി ഇവിടെ നിന്നാ നിന്റെ ഭാര്യയുടെ 16 കഴിഞ്ഞ് നീ പുറം ലോകം കാണും. ഓടാ. എടാ, പുറത്തോട്ടിറങ്ങി ചാവോടാ. സോമൻ സാറിന് കൈക്കൂലി കൊടുക്കണം. ഏതായാലും നീ ആശിച്ചു വെച്ച് നീട്ടിയല്ലേ, ആ കാശ് അവിടെ വെച്ചിട്ട് പൊയ്ക്കോ. ഓ,
2 മണിക്കൂറിനുള്ളിൽ സർജറി നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. എന്തായാലും പെട്ടെന്ന് വേണം. സാർ, ഇവരെല്ലാം വാണ്ടഡ് ക്രിമിനൽസ്. സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ. നീ പോയി ഇതിൽ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചോണ്ട് വാ. നിനക്ക് ആവശ്യമുള്ള കാശ് സർക്കാരിന്. ചെല്ല്, വേഗം പോയി പിടിച്ചോണ്ട്